മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവികാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമർത്ഥമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്നും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പുതിയ ഒരാഴ്ചയിൽ നമ്മൾ ഓരോരുത്തരുമായിരിക്കുമ്പോൾ ഈ ആഴ്ചയിലെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന്റെ കൃപ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 2-ാമത്തെ അധ്യായത്തിന്റെ 1 മുതലുള്ള തിരുവചന ഭാഗങ്ങളില് ഈശോ കാനായിലെ വിവാഹ വിരുന്നില് വെള്ളം വീഞ്ഞാക്കി മാറ്റുന്ന തന്റെ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിക്കുന്നതാണ് നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ സുവിശേഷ ഭാഗം നമുക്കേറെ പരിചിതമായ ഒരു സുവിശേഷ ഭാഗമാണ്. ഈ വചനം വായിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് സന്തോഷം നൽകും. കാരണം അവഗണിക്കപ്പെട്ടവന്റെയും പുറകിലേക്ക് മാറ്റി നിർത്തപ്പെട്ടവന്റെയും തകർന്നവന്റെയും ജീവിതത്തിൽ ഇടപെടുന്നവനും അവരുടെ ജീവിതത്തെ അനുഗ്രഹിച്ചുയർത്തുന്നവനും സന്തോഷം നൽകുന്നവനുമാണ് നമ്മുടെ കർത്താവെന്ന തിരുവചനത്തിലൂടെ ഈശോനാഥൻ പഠിപ്പിക്കുന്നത്. കാനായില് ആ കുടുംബം തകർന്ന അവസ്ഥയിലായിരുന്നു. ദൈവാനുഗ്രഹത്തിന്റെ അടയാളമായ വീഞ്ഞ് തീർന്നുപോയി വിവാഹത്തിന്. ആ പെൺകുട്ടി ജീവിതകാലം മുഴുവനും വിധവയായിട്ട് നിൽക്കേണ്ടി വരുന്ന സങ്കടക്കടലിൽ നിന്നും കർത്താവ് ആ കുടുംബത്തെ കൈ പിടിച്ചുയർത്തുക. കർത്താവ് ആ കുടുംബത്തിലുണ്ടായിരുന്നു. നമ്മളൊക്കെ സങ്കടക്കടലിലൂടെ കടന്നു പോകുന്നവരാ, തകർച്ചകളിലൂടെ കടന്നു പോകുന്നവരാ. സങ്കടക്കടലിലൂടെ, തകർച്ചയുടെ ആഴങ്ങളിലൂടെ കടന്നു പോകുന്ന നമ്മുടെയൊക്കെ ജീവിതം ഉയർത്തപ്പെടണമെങ്കിൽ കർത്താവ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മുടെ കുടുംബത്തിൽ ഉണ്ടായിരിക്കണം. കർത്താവ് നമ്മുടെ അധ്വാനങ്ങളിൽ ഉണ്ടായിരിക്കണം. കർത്താവ് നമ്മുടെ വേദനകളിൽ ഉണ്ടായിരിക്കണം. കർത്താവ് എല്ലായിടത്തും ഉണ്ടാകണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരന്തരമായിട്ട് കർത്താവിനെ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് വേണം ഓരോ കാര്യങ്ങളും ചെയ്യാൻ. ആ കുടുംബത്തിന്റെ പ്രതിസന്ധിയിലെ കർത്താവ് അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ ഓർത്തു നോക്കി എന്ത് സംഭവിക്കുമായിരുന്നു? ആ കുടുംബം, ആ വിവാഹം ആരംഭിക്കുന്നത് സന്തോഷത്തോടെയാണ്. സന്തോഷത്തിൽ കർത്താവിനെ അവർ നിർത്തി. സങ്കടത്തിലല്ല നിർത്തിയത്, സന്തോഷത്തിലാണ്. നമ്മുടെ ഒക്കെ ജീവിതത്തിൽ കർത്താവിനെ നമ്മൾ നിർത്തേണ്ടത് നമ്മുടെ സന്തോഷത്തിലാണ്. പക്ഷെ നമ്മൾ കർത്താവിനെ വിളിക്കുന്ന എപ്പോഴാ? നമ്മുടെ സങ്കടത്തില്. കാനായിലെ വിവാഹ വിരുന്നിൽ അവരുടെ സന്തോഷത്തിലേക്കാണ് കർത്താവിനെ വിളിച്ചത് എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ സന്തോഷ നിമിഷങ്ങളിലേക്ക് കർത്താവിനെ നമ്മൾ വിളിക്കണം. നമ്മുടെ ജീവിതത്തിൽ ആനന്ദ നിമിഷങ്ങളിലേക്ക് കർത്താവിനെ വിളിക്കണം. നമ്മുടെ ജീവിതത്തിന്റെ സൗഭാഗ്യങ്ങളിൽ നമ്മൾ കർത്താവിനെ നിർത്തണം. അപ്പോഴാണ് സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുകയുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കണം. സങ്കടത്തിൽ കർത്താവ് ഇടപെടണമെങ്കിൽ സന്തോഷത്തിൽ കർത്താവിനെ നമ്മൾ നിർത്തണം. നമ്മുടെയൊക്കെ ജീവിതം സുഖ ദുഃഖ സമ്മിശ്രമായ ഒരു ജീവിതമാണ്. പ്രിയപ്പെട്ടവരെ, ആർക്കും നിത്യമായ സുഖമോ ആർക്കും നിത്യമായ ദുഃഖമോ ഇല്ല. അതുകൊണ്ട് ഇത് ഇടകലർന്ന് വരുന്നതാണെങ്കിൽ എപ്പോഴും നമ്മൾ ഈശോയെ നമ്മുടെ ജീവിതത്തിൽ നിർത്തണമെന്നാണ്. അത് ഏറ്റവും പ്രധാനം. നമ്മുടെ സന്തോഷത്തിൽ കർത്താവിനെ വിളിച്ചു നിൽക്കണം. എപ്പോഴും കർത്താവിനെ വിളിക്കുന്ന ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവണം. എപ്പോഴും നിരന്തരമായ ഒരു പ്രാർത്ഥന കർത്താവിന് കൊടുക്കുക. കർത്താവ് നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിച്ചുകൊള്ളും. നമ്മുടെ ജീവിതത്തെ പരിപൂർണമായിട്ടും ഈശോയ്ക്ക് കൊടുത്ത് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക്, ഇവരുടെ നൊമ്പരങ്ങളിലേക്ക്, ഇവരുടെ വേദനകളിലേക്ക്, ഇവരുടെ കഷ്ടപ്പാടുകളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്ന് ഇവരെ സഹായിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതത്തിലെ സന്തോഷ നിമിഷങ്ങളിൽ അങ്ങയോട് ചേർന്ന് നിൽക്കുവാൻ ഇവരെ സഹായിക്കണമേ. സന്തോഷത്തിൽ അങ്ങയെ വിടാതെ അങ്ങയെ ചേർത്ത് പിടിക്കാൻ ഇവരെ സഹായിക്കണമേ. എപ്പോഴും ഇവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ. ഇവരുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണമേ. ഈ ആഴ്ചത്തെ ഇവരുടെ അധ്വാനങ്ങളെയും പ്രവർത്തനങ്ങളെയും സമർപ്പിക്കുന്നു. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിതത്തിന്റെ വഴികളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിന്റെ ഉപദ്രവങ്ങളും നാരികശക്തിയിലെ പ്രവർത്തനങ്ങളും ദുരാത്മശക്തിയിലെ പ്രവർത്തനങ്ങളെയും ബന്ധിച്ചു നിർവീര്യമാക്കി നരകാഗ്നിയിലേക്ക് അട്ടിപ്പായിക്കുന്നു. എല്ലാ കെട്ടുകളും ഇവരുടെ ജീവിതം വിട്ടുപോട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.